ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ്. വെറൈറ്റി ആൻഡ് റിലേറ്റബിൾ കണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയല്ലേ, ഈ വേണമെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് പലർക്കും ഹൈലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ രണ്ടും ഇന്ന് പറയാൻ പോകുന്നത്. അതെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കേട്ടതിന് ശേഷം ആ ഒരു കൂട്ടം ആൾക്കാരോട് എങ്ങനെയാണ് ബിഹേവിയർ ചേഞ്ച് ചെയ്യണം എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവും. നമ്മളെല്ലാവരും പബ്ലിക്കിലേക്ക് പല രീതിയിൽ പല സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരാണ്. അതെ. ഇപ്പം ചിലപ്പോൾ ഒരാൾ സിനിമ തിയേറ്ററിൽ പോവാം, ചിലപ്പോൾ ഷോപ്പിങ്ങിന് പോവാം, ചിലപ്പം വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ബന്ധു വീട്ടിൽ പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലോങ് നിങ്ങൾ ട്രാവലിംഗ് ചെയ്യാം. പക്ഷേ നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരും അതിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഷോപ്പിങ്ങിനും പോകുന്ന ആൾക്കാരുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് റീസെന്റ് ഉണ്ടായ ചില എക്സ്പീരിയൻസും അതുപോലെ തന്നെ മുന്നേ ഉണ്ടായ കുറെ എക്സ്പീരിയൻസും ചേർത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുണ്ട്. ശരിക്കും പറയുവാണെങ്കിൽ പബ്ലിക് ന്യൂയിസൻസ് അല്ലെങ്കിൽ പബ്ലിക് ന്യൂയിസൻസ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. തിയേറ്ററിൽ ഉണ്ടായ ചില കാര്യങ്ങളും അതുപോലെ തന്നെ ട്രെയിനിൽ വെച്ച് നമുക്ക് ഉണ്ടായ ചില ദുരനുഭവങ്ങളുമാണ് നമ്മളിപ്പോൾ ഇവിടെ പങ്കുവെക്കുന്നത്. നമ്മൾ ഇച്ചിരി മനസ്സമാധാനത്തിനും അല്ലെങ്കിൽ എന്റർടൈൻമെന്റിനും ചിലപ്പോൾ നല്ല മൂവി ആണെങ്കിൽ അത് നല്ല ആസ്വദിച്ച് കാണാലോ എന്ന് വിചാരിച്ചായിരിക്കും തിയേറ്ററിൽ പോകുന്നുണ്ടാവുക. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ചില കോലാഹലങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് ഒരു ദേഷ്യം വരും. അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ ഈ അടുത്ത് ജനനായകൻ കാണാൻ പോയി. അണ്ണന്റെ ലാസ്റ്റ് പടമാണല്ലോ, അതുകൊണ്ട് മാത്രമേ കണ്ടത്. തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. തിയേറ്ററിന് മാത്രമല്ല, ഏതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അതായത് കുറച്ച് കോമൺ സെൻസ്. അത് ചില ആൾക്കാർക്ക് ഇല്ല. അവരെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സിനിമ കാണാൻ ഇരിക്കുമ്പോൾ ആദ്യം തിയേറ്ററിൽ ടിക്കറ്റ് മുറിച്ചു, നേരെ നമ്മളെ സീറ്റ് ഏതാണോ അത് നോക്കിയിരുന്നു. ഇപ്പൊ മിക്ക ആൾക്കാരും ഓൺലൈൻ ടിക്കറ്റാണ് എടുക്കുന്നത്. ബാക്കി ചുരുക്കം ചില ആൾക്കാർ മാത്രമേ പോയി എടുക്കാറുള്ളൂ. നമ്മളിപ്പോ പോകുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ പോയി എടുക്കുന്ന ആൾക്കാർ എണ്ണം കുറവാണ്. നമ്മളെ മൂവി സ്റ്റാർട്ടായി കുറച്ച് കഴിഞ്ഞ പാടും കുറെ ആൾക്കാരങ്ങ് ഇറങ്ങും. അതായത് ലേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ. ഇപ്പൊ ഒരു 2:45 ഒരു ഷോ തുടങ്ങുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2:30 അല്ലെങ്കിൽ പോട്ടെ അതിൽ ഒരു 5 മിനിറ്റ് മുന്നെയോ വന്നിരിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ പ്ലേ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് കുഴപ്പമില്ല. കാരണം ആ സമയത്ത് പരസ്യങ്ങളായിരിക്കും. പല സിനിമകൾക്കും ഫസ്റ്റത്തെ ഇൻട്രോ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതിലായിരിക്കും ചിലപ്പോ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുറെ ലേറ്റ് ആയിട്ട് കുറെ എണ്ണം ഇങ്ങനെ കയറി വരും. എന്നിട്ട് ഇങ്ങനെ നമ്മളിപ്പോ കാണുമ്പോ എന്താ, സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളെ വലിയൊരു ക്യാൻവാസിൽ പിക്ചർ കാണുക. പിക്ചർ കാണുന്ന സമയത്ത് ഓരോരുത്തർ നിഴലായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഒന്നാമത് അവിടെ ഫുൾ ലൈറ്റ്സ് ഓഫ് ആണ്, ആ സ്ക്രീനിന്റെ ലൈറ്റ് അത് മാത്രമേ നമുക്കുള്ളൂ. അതിനിടയിൽ ഇങ്ങനെ ഒന്ന് ഇത് കാണുമ്പോ ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവില്ലേ. അതായത് നമ്മളും പൈസ മുടക്കി വരുന്നു, അവരും പൈസ മുടക്കി വരുന്നു, ഓക്കെ. പക്ഷേ ഒരു ബേസിക് കോമൺ സെൻസ് വേണ്ട. ഇങ്ങനെ ലേറ്റ് ആയിട്ട് വരുന്നത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്ക്. ഇനിയിപ്പോ കുറച്ചുപേര് പറയും ട്രാഫിക് ആയിരുന്നു, അതായിരുന്നു. ട്രാഫിക് ആണെങ്കിൽ 1 മണിക്കൂർ മുന്നേ ഇറങ്ങണം. ദൂരെ ആണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങും. എവിടെ ആയാലും നമ്മള് കറക്റ്റ് സമയത്ത് പോയി ചെന്ന് കയറില്ല. എവിടെ ആയാലും ഒരു 10-15 മിനിറ്റ് നേരത്തെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ എക്സാമിനല്ല നിങ്ങൾ വരുന്നത്, ഒരു എന്റർടൈൻമെന്റിനാ വരുന്നത്. അങ്ങനെ വരുന്നതാണെങ്കിൽ തന്നെയും കുറച്ചൊരു നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നുള്ള ഒരു കൺസിഡറേഷൻ നിങ്ങൾ തരണം. തിയേറ്റർ എന്ന് പറയുന്നേരം കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിൽ നമ്മൾ ആ ഫോക്കസ്ഡ് ആയിട്ട് ഒരു മൂവി കാണുന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് ലേറ്റ് ആയിട്ട് വന്ന ഇവന്മാരുടെ വേറെ ഒരു സൂക്കേടാണ് സീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വരിക. എന്നിട്ട് മോന്തൊക്കെയോട്ട് അടിക്കും ഇങ്ങനെ. അത്യാവശ്യം റെനോവേറ്റ് ആയിട്ടുള്ള തിയേറ്റേഴ്സിലാണെങ്കിൽ സീറ്റിന്റെ സൈഡിൽ തന്നെയായിട്ട് EABC അങ്ങനെ പല പല ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടാവും, നമ്പേഴ്സും എല്ലാം ക്രമീകരിച്ച് എഴുതിയിട്ടുണ്ടാവും. അത് ഒരു ഇത്ര ടൈം വരെ അവരവിടെ ഓണാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവർ സീറ്റിൽ അടിച്ചിട്ട് ഓക്കെ ഇവിടെയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ പോയി ഇരിക്കുക എന്നുള്ളത് പൊസിഷൻ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിന് പകരം ഇവന്മാർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാഷ് ഓണാക്കി പിടിച്ചിട്ട് അതേ രീതിയിൽ അങ്ങോട്ട് നടന്നു പോകും. അങ്ങനെ കണ്ടുപിടിക്കാൻ അറിഞ്ഞൂടാത്തവന്മാർ താമസിച്ചു വരുന്നതിനേക്കാൾ അവന്മാർക്ക് നേരത്തെ വന്ന് ഇതൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരുന്നാ പോരെ. ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഈ ലേറ്റ് ആയിട്ട് കയറി വരുന്നവന്മാര്. ഇനി വേറെ ചില ആൾക്കാരുണ്ട്, ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ ഇനി വിദ്യാഭ്യാസം കൂടിപ്പോയത് കണ്ടോണോ എന്ന് അറിഞ്ഞുകൂടാ. ടിക്കറ്റിൽ ഒരു സീറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കി ഇരിക്കാൻ അറിയാത്ത കുറച്ച് ടീംസ് ഉണ്ട്. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എഡ്യൂക്കേഷന്റെ കാര്യമില്ല. ABCD ഒക്കെ എല്ലാ മനുഷ്യർക്കും അറിയാം, 1 2 3 എല്ലാ മനുഷ്യർക്കും അറിയാം, ഇല്ലേ? അത് അറിഞ്ഞൂടാത്ത മനുഷ്യര് വളരെ അപൂർവമായിരിക്കും. അങ്ങനെയുള്ള അതും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ അവിടെ ആരെങ്കിലും ചെക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, മൂപ്പരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് കാണിച്ചു തരും.
ഇത് അതും പറ്റൂല. നേരെ പോയിട്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഇവളും സീറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഒരു സീറ്റിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ A24 ആണെങ്കിൽ അപ്പാട് ഏതെങ്കിലും ഒരാൾ വരും, ഇത് എന്റെ സീറ്റാ, ആ ഇത് എന്റെ സീറ്റാ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ നമുക്ക് സംതിങ് ആണ് നമുക്ക് കിട്ടിയത്. ഉം. അത് കഴിഞ്ഞാട് ഞാൻ ഈ കൊണ്ടുവരുന്നൊരുത്ത് ജിയും കൊണ്ടൊരുത്തം പറ്റും, ഞാൻ ഈ 6 എണീച്ചോ, ഇവളോടാ എണീച്ചോ. ഇത് 5 ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ടാക്കും അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും കുറെ എണ്ണം ഉണ്ടാവും ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് എണീച്ചു ഇവിടുന്ന് അത് കൽപ്പിക്കുക ചെയ്യുന്നേ. എന്താ ഞങ്ങള് രണ്ടുപേരും അയാളെ മോന്തയ്ക്ക് നോക്കിയിട്ടില്ല. ആ, അയാള് വേണമെങ്കിൽ കണ്ടുപിടിച്ച് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അവിടെ തിരുന്നത്. പക്ഷെ ഇവരിത് ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ഇൻട്രോ ആണെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് ഇവരെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്കൊന്ന് മിസ് ഔട്ട് ചെയ്യുക ചെയ്യുന്നത്. ഒരു വേർഡ് ആയിരിക്കും, ചിലപ്പോ ആ സിനിമയിലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ആയിരിക്കും മിസ് ആവുന്നത് ഇവന്മാരൊക്കെ കാരണം. ഇനി ഇവരൊക്കെ സീറ്റ് പിടിച്ച് വന്നിരുന്നാലും ചില ആൾക്കാർക്ക് ഒരു സൂക്കേടുണ്ട്. അതായത് പൊതുവെ എല്ലാ തിയേറ്റേഴ്സിലും ഇപ്പം ഇൻക്ലൈൻഡ് സീറ്റാണ്. അങ്ങനെ ഇരുന്നാലേ ബാക്കിലോട്ട് ഇരിക്കുന്നവർക്ക് ആ സ്ക്രീന് കാണാൻ പറ്റും. അതായത് ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞിരുന്നാലാണ് മേലോട്ടാണ് സ്ക്രീൻ ഉള്ളത്, അല്ലാണ്ട് ഇങ്ങനെ കുത്തനെ സ്ക്രീൻ ഇല്ല. ചില ആൾക്കാർ എനിക്ക് കാണൂല, അയാൾ ഇങ്ങനെ ഇരുന്നിട്ടായിരിക്കും. ഇപ്പൊ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെല്ലാം ആണെങ്കിൽ തന്നെ അവര് ബാക്കിലിരിക്കുന്നു, ഞാൻ മുന്നിലിരിക്കുന്നതാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ കാണാൻ പറ്റും, അതിന്റെ പകുതി പോർഷൻ തലയായിരിക്കും കാണാം, സ്ക്രീനിന്റെ ഒരു ഇത്ര പോർഷൻ മാത്രമേ അവർക്ക് കാണാൻ പറ്റൂ. പക്ഷെ നേരെ മറിച്ച് ഞാൻ ഇൻക്ലൈൻഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുൾ വ്യൂ കാണാം. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ആ തിയേറ്ററിൽ ഇരിക്കേണ്ടത്. മേ ബി അത് ആവേശം കാരണവും ഇരിക്കുന്ന ചില ആൾക്കാരുണ്ട്, അത് നമ്മൾ വിട്ടേ. എനിക്ക് ഇന്നലെ ഉണ്ടായ എക്സ്പീരിയൻസ് അത് ആവേശം കാരണം ഇരുന്നല്ല, അത് സിനിമ തുടങ്ങി പകുതി തൊട്ടേ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അയാൾക്ക് അങ്ങനെ ഇരിക്കണം. ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ 90 ഡിഗ്രി ഇരിക്കുന്ന ആൾക്ക് നടു ഒരു ഇതും ഇല്ലാന്നാ. സത്യം പറഞ്ഞാ ഇത് എന്റെ നാടല്ലാത്തോണ്ട്, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചാനെ. ഇത് എന്റെ നാടേ അല്ല, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. പൈസ കൊടുത്ത് കാണുമ്പോൾ നമ്മൾ എന്തെല്ലാം സഹിക്കണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. പിന്നെയും ചില ആൾക്കാരുണ്ട്, അതായത് തിയേറ്ററിന്റെ സീറ്റ് പ്രപ്പോർഷൻ അനുസരിച്ച് ഇപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ട് ഇരുന്നാൽ നമുക്ക് ലെഗ് സ്പേസ് ചിലപ്പം കുറയും. ഇപ്പൊ എന്നെ പോലത്തെ ആളാണെങ്കിൽ ലെഗ് സ്പേസ് എനിക്ക് അത്രയൊന്നും കിട്ടൂല. പക്ഷെ എന്നാലും അത് നമ്മൾ അവിടെ സഹിച്ചിരിക്കുന്നതാണ്. പക്ഷെ ഈ തിയേറ്ററിൽ അങ്ങനെ ഇരിക്കുന്നതാണെങ്കിലും മുന്നിലിരിക്കുന്ന ഒരാളുണ്ട് എന്ന് അറിയാണ്ട് ഇങ്ങനെ ചവിട്ടി 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 തന്നെ അതിന്റെ ഇടയിൽ കൂടെ കാലെടുത്ത് സീറ്റിന്റെ ഇവിടെ വെക്കാം. അപ്പൊ കറക്റ്റ് നമ്മൾ ഈ ഭാഗത്തായിരിക്കും ചവിട്ടുന്നത്. ഇന്നലെ ഇതേപോലത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായി. അതാണ് ഇത് പ്രത്യേകിച്ച് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം. ഇതൊന്നും പോരാനിട്ട് നല്ല സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സീനായിരിക്കും ചിലപ്പം വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഹൊറർ ഫിലിമിൽ പറയുമ്പോഴാണ് നമുക്ക് കുറേയും കൂടി റിലേറ്റ് ആവുക. അതായത് നല്ലൊരു ഹൊറർ സീൻ എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ ഏതെങ്കിലും മാളിൽ പോയിട്ട് അങ്ങനെയുള്ള നല്ല തിയേറ്റേഴ്സ് പോയി കാണാം. കാരണം മാളിലെല്ലാം പൊതുവേ നമ്മൾ പോയി കാണുമ്പോൾ ഈ വിസിലടിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കരമായിട്ട് ക്ലാപ്പ് അടിക്കുന്ന ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ കുറച്ചും കൂടി ഡീസെന്റ് ആയിട്ടാണ് എല്ലാവരും പെരുമാറുന്നത്. പക്ഷെ നമ്മൾ ലോക്കൽ തിയേറ്ററിലേക്ക് ഈ ഹൊറർ മൂവീസും കാര്യങ്ങളും കാണാൻ വേണ്ടി പോകുമ്പം മേ ബി നമുക്കിപ്പോൾ പൈസ എല്ലാം അത്രേ നമുക്ക് ബഡ്ജറ്റ് ഇടാനുള്ളൂ എന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ലോക്കൽ ആയിട്ടുള്ള തിയേറ്റേഴ്സിലാണ് പോയി കാണുക. അവിടെ പോയി കണ്ടാൽ തന്നെയും ഈ ഹൊറർ മൂവി കാണുമ്പോഴും ഇത് ഭയങ്കര എന്തോ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ ആളാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം നിലവിളിക്കുക, വരുന്നടാ ഇന്നെ പിടിച്ചടാ, അല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്നവരെ കമന്റ് അടിക്കുക, അങ്ങനെയൊക്കെ ഉള്ള അല്ലേ. നമ്മൾ പക്ഷെ ഈ അടുത്ത് പോയി കണ്ട ഈവിൽ ഡെഡ് ബേണില് അധികം ആൾക്കാർ ഉണ്ടായിട്ടില്ല. നമുക്ക് അതിന് ഇമ്പാക്ട് അത്രയും മനസ്സിലായത് അതുകൊണ്ടാണ്. പക്ഷെ നേരെ മറിച്ച് മുന്നേ ഒരു കോൺജറിങ്ങിന്റെ ഒരു സീരീസ് ഞാൻ കാണാൻ പോയിന്. അത് കാണാൻ പോയപ്പോഴത്തേക്കും നല്ല ഹൊറർ എലമെന്റ്സ് അവർ അത്രയും ഇൻപുട്ട് ചെയ്തിട്ടും എനിക്കത് അങ്ങനെ ആ രീതിയിലൊരു ഹൊറർ ഫീൽഡ് അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചുറ്റിലിരിക്കുന്ന ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ കൗണ്ടർ അടിക്കുക, ഈ പേടിയും ഇതും ഇല്ലാത്തവന്മാരിലാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ ഹൊറർ തെരഞ്ഞെടുക്കുന്നത്? അവർക്ക് എന്റർടൈൻമെന്റിന് വേറെ മാസ് ആക്ഷൻ ബാലയ്യ പടങ്ങളുണ്ട്. ഇവന്മാർക്ക് പേടി ഉള്ളത് കൊണ്ടാണ് അവന്മാര് കോമഡി ആക്കി ആ സമയം കാട്ടുന്നത്, മനസ്സിലായ? ആ സമയം കോമഡി ആക്കുമ്പോ ഈ സീന് പോവും അതിലങ്ങ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോ ഈ ഹൊറർ സിനിമകളെല്ലാം തിയേറ്ററിൽ പോയി കാണുന്നത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് കിട്ടണം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഹൊറർ ഫിലിംസ് എല്ലാം തിയേറ്ററിൽ പോയി കാണുന്നത്. പക്ഷെ എനിക്കിപ്പോൾ ആ ഒരു സംഭവം പോയി. കാരണം ആൾക്കാർ ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പം ഏറ്റവും നല്ലത് OTT പ്ലാറ്റ്ഫോമോ. ഇവൾക്ക് ഉണ്ടായൊരു അനുഭവം ഉണ്ട്. അതായത് ഇന്നലത്തെ സിനിമയിൽ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു അടിപൊളി സീന് വരുന്ന സമയത്ത് ഓരോരുത്തർ ഇറങ്ങിപ്പോയി. ഇന്റർവെൽ ടൈം തരുന്നത് തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ്. ഇത് അതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സിനിമ തുടങ്ങി കഴിഞ്ഞാലും പിന്നെയും പോകുന്ന ആൾക്കാരുണ്ടാവും. ശരിക്കും അവരുടെ ഇതാണ്. ഒരാൾക്ക് മുട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോകണം.
പക്ഷെ ഇവള് അതിനെ നല്ല രീതിയിൽ തന്നെ ഇന്റർവെല്ല് പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ അവന് മുള്ളാൻ മുട്ടുന്നെന്ന് പറയുമ്പോ അതൊരു വല്ലാത്ത അത് അസുഖം. ആദ്യത്തെ സീനിൽ പോയി നമ്മൾ ക്ഷമിച്ചു, നമ്മൾ വിചാരിച്ചത് പുറത്തേക്ക് പോയി ഇറങ്ങിപ്പോയി എന്നാ. പോയിന്ന് വിചാരിച്ചു. പക്ഷെ തിരിച്ചു വരും. അതിനുശേഷം വീണ്ടും നല്ലൊരു സീൻ വരുമ്പോൾ വീണ്ടും അതേ രീതിയിൽ തിരിച്ചു വരുന്നു. അപ്പൊ നമുക്ക് എന്തായി, ആ ഒരു പോർഷൻ മിസ്സായി. വേറെ കുറച്ച് ബിസിനസ്മാൻകാരും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വർക്കിംഗ് ഓളിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. സത്യം. അവരെ നമ്മൾ പ്രത്യേക അപ്രിസിയേഷൻ ഇരിക്കാനും നൽകേണ്ടതാണ് നിൽക്കാനും തിയേറ്ററിൽ. സമയമില്ലാണ്ട് ഫോൺ കോൾസും മെസ്സേജും കാരണം വീർപ്പ് മുട്ടുന്ന കുറച്ച് ആൾക്കാർ. ഫോണിൽ ചിലപ്പോൾ മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ മര്യാദയ്ക്ക് നോക്കിയിട്ട് അങ്ങനെ നോക്കി പോയാൽ മതി. ഇതിന് പകരം ബ്രൈറ്റ്നസ് ഒരു 100% ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിരിക്കും. പക്ഷെ അവന്മാരിയ്ക്കുമ്പോൾ അവന്മാരെ മുഖത്തെല്ലാം അടിക്കുന്നത് ഇപ്പുറത്തും ഇപ്പുറത്തും 2 പേരുണ്ട്. അതായത് ഒരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയർ, അതും ഡാർക്ക് ആയിട്ടുള്ള ഒരു പോർഷൻ എത്തുമ്പോൾ ആ ലൈറ്റ് അത്രയും ആൾക്കാരിലേക്ക് വൈഡ് സ്പ്രെഡ് ആയിട്ട് പോകുന്നുള്ള ഒരു മിനിമം കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ ബ്രൈറ്റ്നസ് ഇത്രയും കൂട്ടിയിട്ടിട്ട് ആൾക്കാർക്ക് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ കോൾസ് ഇപ്പൊ സൈലന്റ് ആയിട്ട് ഒരു വെറും ഡയലോഗ്സ് മാത്രം പറയുന്നതാണെങ്കിൽ മൂവി തിയേറ്റർ കംപ്ലീറ്റ്ലി സൈലന്റ് ആയിരിക്കും. ആ സമയത്ത് അതിന്റെ കോൺട്രാക്ട് ഞാൻ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്, നമ്മൾ ഇതാണ് കേൾക്കുന്നത്, നമ്മൾ ഇത് കേൾക്കാനാണോ വരുന്നത്. സൗണ്ട് ക്ലിങ് 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 എന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അത്ര ഇമ്പോർട്ടന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് കോൾസ് അറ്റൻഡ് ചെയ്യേണ്ടത് തിയേറ്ററിന്റെ പുറത്ത് പോയിട്ടാണ്. അതിനുള്ള സൗകര്യം ഉണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമില്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഫോണും വിളിച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് തിരിച്ചു ആ വന്നു. കോൾ കട്ട് ചെയ്തിട്ട് ഒരു മെസ്സേജ് ഇട്ടാലും മതി. അല്ല അത്രയും അത്യാവശ്യം ഭ്രാന്തെടുത്ത് നടക്കുന്നവരാണെങ്കിൽ സിനിമ കാണാതിരിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മള് തിയേറ്ററിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പലർക്കും ഈ സംഭവങ്ങളെല്ലാം റിലേറ്റ് ആയിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ഇത് കൊണ്ട് കാണും, ചില ആൾക്ക് കൊണ്ടിട്ടും മനസ്സിലാവാണ്ടിരിക്കുന്ന കുറെ പൊട്ടന്മാരും ഉണ്ടാവും. എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇറങ്ങിയവരായിരിക്കും തൊട്ട് മുന്നേ. തിയേറ്ററിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ പോലെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ട്രെയിനിൽ വെച്ച് നമുക്ക് നടക്കുന്ന ചില കേസസ്. കാരണം തിയേറ്ററും ട്രെയിനും ഏകദേശം കോറിലേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത് ദൂരെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എനിക്കിപ്പം കല്യാണത്തിന് ശേഷമാണ് ഇത് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണെങ്കിലും വല്ലാത്ത ടേംസ് ആണ് ഇപ്പം. സീറ്റിന്റെ ഇഷ്യൂ മെയിൻ ആയിട്ട് ഒരെണ്ണമുണ്ട്. സീറ്റ് എല്ലാവർക്കും ട്രെയിനിൽ റിസർവ്ഡ് ആണ്. ചില അൺറിസർവ്ഡ് ആയിട്ടുള്ളത് ജനറൽ കമ്പാർട്ട്മെന്റ് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം. ജനറൽ കമ്പാർട്ട്മെന്റ് അത് പ്രത്യേകം ചെയ്യേണ്ടതാ. പക്ഷെ നേരെ മറിച്ച് സ്ലീപ്പറിലാണെങ്കിലോ AC കോച്ചസിലാണെങ്കിലോ അല്ലെങ്കിൽ പ്രീമിയം ക്ലാസ്സസിലാണെങ്കിലോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം മിനിമം പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. സീറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ തിയേറ്ററിൽ നമുക്ക് റിസർവ് ചെയ്ത സീറ്റ് ആണെങ്കിൽ ട്രെയിനിലും റിസർവ് ചെയ്ത സീറ്റ് തന്നെയുള്ള ആൾക്കാരുണ്ട്. ട്രെയിനിൽ കയറി ചെന്നു, ഞാൻ റിസർവ്ഡ് ആണ് ചെയ്തത്. തേർഡ് AC അങ്ങനെയാണ് ഞാൻ റിസർവ് ചെയ്തത്. അപ്പൊ ഞാനൊരു സൈഡ് സീറ്റ് പിടിച്ച് അങ്ങോട്ടേക്ക് പോയി ഇരിക്കുന്ന സമയത്താണ് ഏതോ ഒരു അപ്പൂപ്പൻ അവിടെ വന്നിരിക്കുക. ഞാൻ അയാളെടുക്ക പോയിട്ട് ഞാൻ പറഞ്ഞു, ഇത് എന്റെ സീറ്റാണ്. അപ്പോ എന്റെ സീറ്റ് എന്ത്, ഇങ്ങനെ ഒരു ഡയലോഗ്. ഞാൻ പറഞ്ഞു ഇത് എന്റെ സീറ്റാണ്, ഞാൻ ബുക്ക് ചെയ്തതാണ്, ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. എന്നാലും അയാൾ വിട്ടുതരുന്നില്ല. സ്വന്തം സീറ്റ് പോലെ വീട്ടിൽ നിന്നെങ്ങാനും കൊണ്ടുവന്ന സീറ്റ് പോലെയാണ് ആ കളവൻ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് പറയാം, നിന്റെ സീറ്റ് ഒന്നുമല്ല, വേറെ അപ്പുറത്തെ കോച്ചിലെങ്ങാനും പോകുന്നത്. ഈ ഒരു ഡയലോഗ് എന്നോട് അടിച്ച്. ഞാൻ എപ്പോഴും കാത്തുനിന്ന് അറിയാം, എനിക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്, കംപ്ലൈന്റ് ചെയ്യാം ഓൺലൈനിൽ. ഞാൻ അതിന് പകരം TTR എന്തായാലും വരുമല്ലോ. കാരണം എൻ്റെ സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ TTR വന്ന് ചെക്ക് ഇൻ ചെയ്യും. ഞാൻ ആ സമയത്ത് TTRക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. TTR വന്നു, ഞാൻ ഈ കാര്യം പറഞ്ഞു, മാഡം എൻ്റെ സീറ്റാണിത്, പക്ഷെ ഇയാൾ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്, ഇയാൾ എണീച്ച് പോകുന്നില്ല. അവർ വന്ന് പോയി ചെക്ക് ഇൻ ചെയ്ത് നിങ്ങളെ സീറ്റ് ഏതാ ഇതേതാ, കാരണം ഇയാൾ അൺറിസർവ്ഡ് ആയിട്ടുള്ള ഇതിലാണ് വന്നിരുന്നത്. എന്നിട്ട് ഈ പൊട്ടന് വേറെ ഏതാ സീറ്റ് അത് ഇതൊന്നും അറിയാണ്ട് TTRോടും അങ്ങോട്ട് പോയിട്ട് ചൂടായി. TTR എന്ത് ചെയ്ത്, വഴിയെ പോകുന്ന RPFലെ പോലീസുകാരുണ്ട്, ഇപ്പൊ എല്ലാ ട്രെയിനിലും അവർ ഉണ്ട്, അവരോട് കാര്യം പറഞ്ഞ് അങ്ങനെ പൂച്ചേനെ കൊണ്ടുപോകുന്ന പോലെ തന്നെ പിടിച്ചു കൊണ്ടുപോയി അയാളെ സാധനങ്ങൾ അയാളോട് നിന്ന് ചുമന്നിട്ട് മാറ്റിയിട്ട് എനിക്ക് ആ സീറ്റ് തന്നു. ഇങ്ങനെയും ചില ടീംസ് ഉണ്ട്. ഇതാണ് ട്രെയിനിലെ സീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം. ഈ അപ്പർ ലോവർ അതില്ലേ, അതിലിങ്ങനെ മേലെ കയറാൻ കഴിയുന്നവർക്കും കഴിയാത്ത പോലെ അഭിനയിച്ച് താഴെ കിടക്കുന്നവരുണ്ട് ഇല്ലേ, അങ്ങനെയുള്ളവരുണ്ട്. അത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിന് കാത്തിരിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും കുറെ ബോഗികളും കാര്യങ്ങളിലും ഉണ്ടല്ലോ. S8, S2, A1, A2 ഇങ്ങനെ പറഞ്ഞ പല സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഓരോ പോർഷനിലും ഇച്ചിരി ആൾക്കാരെ ഉണ്ടാവും. എന്നാലും അവർക്ക് സീറ്റ് എന്തായാലും അവിടെ കൺഫേംഡ് ആണ്. എന്നാലും ട്രെയിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴൊരു വെപ്രാളാണ്. ഇവക്കുണ്ടത്. നീ ഇവൾ അതിൽ പെട്ട ആളായോണ്ട് നിന്നെയും പറയുന്നത്. കാരണം നമ്മളിങ്ങനെ റഷ് ചെയ്ത് പോയിട്ട് അതിൽ പിടിച്ചു കയറി. ഇപ്പൊ എല്ലാ സ്റ്റേഷനിലും 1 മിനിറ്റ് 2 മിനിറ്റിലാണ് ട്രെയിൻ നിർത്തല്. പക്ഷെ എന്നിരുന്നാലും മെയിൻ സ്റ്റേഷൻസ് എല്ലാം വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആൾക്കാർ കയറി ഒന്ന് നോക്കിയിട്ട് മാത്രമേ ട്രെയിൻ വിടാറുള്ളൂ. അങ്ങനെ എന്നിട്ട് ഇവനാണ് ഫസ്റ്റ് ടൈം ട്രെയിനിൽ കയറുന്ന ഒരാളെടുത്ത് ഇവൻ പറഞ്ഞത് 1 മിനിറ്റേ നിൽക്കൂ, പെട്ടെന്ന് കയറിയില്ലെങ്കിൽ ട്രെയിൻ എടുക്കണം.
ഒരു അത് മിനിറ്റ് ഞാൻ നിൽക്കും. പറഞ്ഞ ട്രോമയിൽ ഞാൻ എല്ലാ പ്രാവശ്യം ട്രെയിൻ വന്നാലും ഫസ്റ്റിലേ പോയി കയറും. ട്രെയിൻ എടുത്താൽ ഞാൻ ഇതിന്റെ തറ കിടക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെയും അതിനർത്ഥം എന്ന് വെച്ചാൽ ഈ ഒരു മിനിറ്റിനുള്ളിൽ പല ബോഗികളിലും ഇച്ചിരി ഇച്ചിരി ആൾക്കാരെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പാർട്ട് ഫ്രം ജനറൽ. അങ്ങനെയാണെങ്കിൽ തന്നെ അവർക്ക് കയറാൻ ഈ ഒരു മിനിറ്റ് സമയം തന്നെ ധാരാളമാണ്. ഇപ്പൊ സപ്പോസ് പ്രായമായ ആൾക്കാരോ അല്ലെങ്കിൽ കൂടുതൽ ലഗേജ് ഉള്ള ആൾക്കാരോ ആണെങ്കിൽ മാത്രമേ നമ്മളവിടെ ബുദ്ധിമുട്ടൂ. എന്നാലും ട്രെയിനിൽ 2 ഡോർ ഉണ്ടോ, വേറെ കുറച്ച് ആൾക്കാരുണ്ട് ട്രെയിനിൽ. സൗണ്ട് എന്നെല്ലാം വെച്ചാൽ ഇമ്മാതിരി സൗണ്ടോളികള്. ഈ റീൽസ് എല്ലാം ചില ആൾക്കാർ മൊബൈൽ ഇങ്ങനെ കാണും. AC കമ്പാർട്ട്മെന്റിലെല്ലാം നിങ്ങൾ ഇരിക്കുന്നെങ്കിലില്ലേ നിങ്ങളെ കാര്യം പോക്കാണ്. കാരണം ഈ റീൽസ് കാണുന്നയാണെങ്കിലാണ് ഈ നമ്മൾ മനുഷ്യർ തന്നെ കണ്ടുപിടിച്ച ഒരു സാധനമുണ്ട്, ഇയർഫോണ്. അതങ്ങ് വെച്ച് കാണുക. അതില്ലാത്തവർക്ക് അവരവർക്ക് കേൾക്കാനുള്ള സൗണ്ട് വെച്ചാൽ പോലെ. അവർക്ക് കേൾക്കാനുള്ള സൗണ്ടിൽ വെക്കുന്നതിന് പകരം എല്ലാരെയും കേൾപ്പിക്കണം ഇത്രയും ആഗ്രഹമുള്ള ആൾക്കാരെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. മൊബൈൽ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഇവര് സംസാരിക്കാന്ന് വെച്ചാൽ അട്ടഹാസം. നമ്മൾ ഈ അടുത്തുള്ള നിങ്ങളെ ട്രെയിനില് ജേണി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അയ്യോ, ആന്ധ്രാപ്രദേശുകാരെ കൊണ്ടുള്ള കുഴപ്പം. നമ്മൾ കൈ വെക്കാനത് ഭാഗ്യന്നേ. സൗണ്ട് പബ്ലിക്കലി നമ്മൾ ഇത്രയും ശബ്ദത്തിൽ ഒരു ട്രെയിനിനകത്ത് ഇരുന്നിട്ട് ഇത്രയും ചിലർ ഉറങ്ങുന്നവരായിരിക്കും, ചിലപ്പം എന്താ എണീറ്റ് കഴിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കാണുന്നവരോ കേൾക്കുന്നവരോ ആയിരിക്കും. ഭയങ്കര ഒച്ചത്തിലില്ല, നമ്മളെല്ലാരും കേട്ടോ എന്നുള്ള രീതിയിൽ അമ്മാതിരി ഒച്ചത്തിൽ സംസാരിക്കുന്നവന്മാര് ഭയങ്കര ചീപ്പാണ്. ഇതിന്റെ വേറെ ഒരു പോരായ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ റീൽസ് നല്ല സൗണ്ടിൽ കാണുന്നു, ഭയങ്കര അട്ടഹാസത്തിൽ ചിരിച്ച് കളിച്ച് തമാശയിൽ കാണുകയാണെങ്കിലും ട്രെയിനിൽ പല പല ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ട്രാവൽ ചെയ്യുന്നുള്ളത്. ചിലപ്പം ഭയങ്കര പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പം ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ട് ഒരു ഇത്ര ദൂരം പോകുന്ന ആൾക്കാരുണ്ടാവും. അവര് വിഷമിച്ചിരിക്കുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുക എന്നെല്ലാം വിചാരിച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? അത് വളരെ മോശം പരിപാടിയല്ലേ അത്. നിങ്ങൾ ചിലപ്പോൾ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സുമായിട്ടായിരിക്കും, അപ്പൊ ഫ്രണ്ട്സുകൾ തമ്മിൽ സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ആ ഒരു സർക്കിളിൽ കേൾക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ തമാശ പറഞ്ഞ് ചിരിച്ചോ. ഇതും ആ ബോഗി മൊത്തം അങ്ങ് അറ്റം തൊട്ട് ഇങ്ങറ്റോ ഉള്ളവരെ ചിരിപ്പിക്കണമെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇതിന് നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പോലും ആ ഒരു സൈഡിൽ മാത്രം ലൈറ്റ് ഇട്ട് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് ഞാൻ ഇവിടെ ഇപ്പം സൈഡ് സീറ്റിൽ ഇരിക്കുന്നു. സൈഡ് സീറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം തന്നെയാണ്. അതായത് ഞാൻ ഇവളും സൈഡ് സീറ്റ് ആണ് പ്രിഫർ ചെയ്ത് ഇരുന്നത്. തൊട്ടടുത്ത് ബാക്കിയുള്ള 6 പേർക്ക് ഇരിക്കേണ്ട ഒരു സീറ്റ് ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ നമ്മൾ ഉറങ്ങാൻ നേരത്തെ എന്ത് ചെയ്യും, ലൈറ്റ് ഓഫ് ആക്കി അങ്ങനെ സ്വാഭാവികമായിട്ടും ആ ഉറക്കത്തിലേക്ക് പോയി. കാരണം നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഉറക്കം അത്യാവശ്യമാണ്, അതും രാത്രി സമയത്ത്. ഇല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ഡേ മൊത്തം നമ്മൾ ഉറക്കി തീർക്കേണ്ടി വരും. നേരത്താണ് എത്തുന്നത്. അപ്പൊ അതിന് മുന്നേ ഒരു ഇച്ചിരി നേരം ഉറങ്ങാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ആ സമയത്തും ലൈറ്റ് ഇട്ട് വെറുപ്പിച്ച് പിന്നെയും ഒച്ചത്തില് അട്ടഹാസം എന്നെല്ലാം പറഞ്ഞാൽ ഇമാതിരി സംഭവം ഞാൻ അന്നാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തത്. ഏറ്റവും കൂടുതൽ കിട്ടിയതും എനിക്കാണത്. അതായത് ലോങ്ങിൽ പോകുന്ന ട്രെയിനുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. കളവ്, സത്യം പറഞ്ഞാല് കട്ടുകൊണ്ട് പോവുക. സത്യം. എന്താ സംഭവം എന്ന് വെച്ചാൽ കട്ടുകൊണ്ടുപോകാൻ മീൻസ് നമ്മളെ ബിലോങ്ങിങ്സ് കട്ടുകൊണ്ടുപോകുന്നില്ല, പകരം തലയണ, പുതപ്പ് ഇതെല്ലാം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ ടൈമിലെല്ലാം പോയിട്ട് കട്ടുകൊണ്ടുപോവുക. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അതായത് നമുക്ക് റിസർവ് ചെയ്ത് വെച്ച സീറ്റിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പില്ലോസും ഇതും. അത് നമ്മൾ കൊടുത്ത പൈസക്ക് അവർ തരുന്നതാണ്. AC ട്രെയിനുകളെല്ലാം പൊതുവെ അങ്ങനെയാണ്. ഞാൻ ഇവളെല്ലാം പോയിരിക്കുന്ന സമയത്ത് നമുക്ക് മിക്കവാറും ഈ തലയണയോ ഇതൊന്നും കിട്ടൂല. കൂടുതലായിട്ട് ഫാമിലി ആയിട്ട് ചില ആൾക്കാർ വരും. അപ്പൊ കുട്ടികളെ ഉറക്കാൻ വേണ്ടിയിട്ട് 2 തലയണയിൽ എടുത്ത് വെക്കും. എല്ലാവർക്കും ഓരോ തലയണ വീതമാണ് ആ റോയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് അവർ എടുക്കുക. അതിന് പകരം പുറമേയുള്ള മറ്റുള്ളവന്റെ എന്തിനാണ് പിടിച്ചെടുക്കുന്നതെന്നാണ് മനസ്സിലായത്. അതായത് ഇച്ചിരി ചിന്തിച്ചാൽ പോലെ ഇവർ പറയുന്നത്, അന്ന് ഞാനും ഒരു ഫാമിലി ആയിട്ട് ഇതുപോലെ തന്നെ പ്രശ്നമായിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്ന ഒരു ന്യായം എന്നറിയാം, ഫാമിലി അല്ലേ, കുട്ടികളല്ലേ, ഇങ്ങനെ പറഞ്ഞിട്ടാ പോകുന്നത്. ഞാനും ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അവരോട് പോയി ചോദിക്കണം അല്ലേ. അല്ലാണ്ട് വേറെ ഒരാൾക്ക് വെച്ചിട്ടുള്ള തലയണ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരത് വരുന്നവരെ കാത്തു നിൽക്കണം. ചിലപ്പോൾ അവന് ക്ഷീണം പിടിച്ച് വന്ന് അല്ലെങ്കിൽ നടുവേദനയായിട്ട് വന്ന് ഒരുത്തനാണെങ്കിൽ അവൻ അവിടെ കിടക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ഇത് എടുത്തിട്ടാണോ പോകേണ്ടത്? ഫാമിലി അല്ലേ, ഫാമിലി ആയിട്ട് വരുന്നല്ലേ എന്ന് പറയുന്നത്. ഇത് നമ്മളെ ബെഡ്റൂം അല്ല, ട്രെയിൻ ആണ്. അപ്പൊ അതിൽ അത്ര ഫെസിലിറ്റി കാണും. ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം അല്ലേ. ബസ് നിങ്ങൾ പോകുമ്പോ നിങ്ങൾ ബസ്സിലുള്ള കണ്ടക്ടറോട് ചോദിക്കോ ഇവിടെ കിടക്കാൻ പറ്റുന്നില്ല, പില്ലോ തരുമോ? ചോദിക്കൂല. കാരണം അതിൽ അതിന്റെ സൗകര്യം ഇല്ല. അപ്പൊ ഇവിടെ ഇച്ചിരി സൗകര്യം കിട്ടുമ്പോൾ തലയിൽ കയറിയിരുന്നു നിരങ്ങും. അത് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യുന്നത് വളരെ മോശം പരിപാടിയാണ്. ഈ ടോയ്ലറ്റിന്റെ കേസ് ട്രെയിനിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയണല്ലോ. ടോയ്ലറ്റിന്റെ കേസ് ഇപ്പൊ AC കമ്പാർട്ട്മെന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ പ്രീമിയം ക്ലാസ് AC ആണെങ്കിലോ
ഇന്ത്യൻ റെയിൽവേസിൽ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് വളരെ മോശം ടോയ്ലറ്റ്സ് ആണ്. കാരണം ഇത് മെയിൻ്റനൻസിന്റെ ഒരു കുഴപ്പം എന്തായാലും ഉണ്ട്. അത് സ്റ്റാഫ് തന്നെ ക്ലീൻ ചെയ്ത് ഇതാക്കി. ചില കോച്ചസ് നമ്മളിപ്പം പുറമേ വൃത്തികേടാണെങ്കിലും അകത്ത് നല്ല വൃത്തിയുള്ള ട്രെയിനും ഉണ്ട്. അത് നമ്മൾ അപ്രിസിയേഷൻ ചെയ്യണം. വന്ദേ ഭാരതിലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് അവരെല്ലാം അറേഞ്ച് ചെയ്തും ക്ലീൻ ആൻഡ് നീറ്റ്നെസ്സും ആയിട്ടെല്ലാം വെച്ചിട്ടുള്ളത്. നമ്മൾ ഇത്രയും പോയിട്ട് അത് വെച്ച് നോക്കുമ്പോ അതെല്ലാം അത്യാവശ്യം വൃത്തിയുള്ളതാണെന്ന് ഈ തോന്നണം. പഴയ കോച്ചസ് എല്ലാം വരുന്ന സമയത്താണ് ഇങ്ങനത്തെ ഇഷ്യൂ കൂടുതലും ഫേസ് ചെയ്തത്. റീസെന്റ് ഇത് ഞാൻ പറഞ്ഞു വന്നത് ഈ ടോയ്ലറ്റിന്റെ ക്ലെൻസിനെസ്സോ ഇതിനെ പറ്റിയിട്ടല്ല. ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കുറച്ച് സ്വഭാവങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഫ്ലഷ് അടിക്കാണ്ട് പോകുന്ന കുറച്ച് ടീംസ് ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാന്ന് വിചാരിച്ചാല് നടക്കൂല. ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ട്രെയിനിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചു വെക്കുക. പകരം പുറത്ത് തന്നെ സൈഡിലൊരു കൈ കഴുകേണ്ട ഒരു സ്പോട്ട് ഉണ്ടല്ലോ, അവിടുന്ന് നിങ്ങൾ കൈ കഴുകിയിട്ട് നേരെ വന്ന് കഴിക്കുക. ചില സമയത്ത് ദുരനുഭവങ്ങൾ നിങ്ങൾ കാണാത്ത പലതും നിങ്ങൾ കണ്ടെന്നും വരാം. എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കഴിച്ച ഉടനെയും കയറാത്തതായിരിക്കും നല്ലത്. കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് കയറുന്നില്ല, അല്ലെങ്കിൽ എല്ലാം പുറത്തേക്ക് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് അകത്തേക്ക് കഴിക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. എന്താ സംഭവം എന്ന് വെച്ചാല് ഈ ടോയ്ലറ്റിൽ ചില എണ്ണം അപ്പിയിട്ട് വെച്ചാലോ മൂത്രമൊഴിച്ച് വെച്ചാലോ ഫ്ലഷ് അടിക്കാണ്ട് പോണ കുറെ ആൾക്കാരുണ്ട്. അത് കൂടുതലായിട്ടും ഉണ്ടാവുക നോർത്ത് ഇന്ത്യൻസിന്റെ ഇടയിലാണ് ഞാനിത് കൂടുതലും കണ്ടത്. പക്ഷെ സൗത്ത് ഇന്ത്യൻസിലും ഈ സ്വഭാവം ഉണ്ട്. ഫ്ലഷ് അടിക്കുന്നത് അത്ര വലിയ പണിയൊന്നും അല്ല. അവിടെ എല്ലാ മലയാള അക്ഷരത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്യുന്ന മെത്തേഡ് എളുപ്പല്ലേ. ഒരു ബട്ടൺ ജസ്റ്റ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഫ്ലഷ് അങ്ങ് ഓട്ടോമാറ്റിക്കലി അടിഞ്ഞോളും. നമ്മൾ ഒന്നും എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ചെയ്യാത്തത് ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പൊ തിയേറ്ററിന്റെ കേസ് ആണെങ്കിലും ട്രെയിനിന്റെ കേസ് ആണെങ്കിലും നമുക്ക് നേരിട്ടുള്ള ചില എക്സ്പീരിയൻസ് മാത്രം നിങ്ങളോട് ഷെയർ ചെയ്തേ ഉള്ളൂ. തിയേറ്ററിന്റെ കേസിൽ നമുക്കിപ്പോൾ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുക തിയേറ്ററിന്റെ അവിടുത്തെ ഫ്ലോർ മാനേജറോട് നമുക്ക് വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഡോർ സൈഡിൽ തന്നെ നിൽക്കുന്ന ടിക്കറ്റ് കളക്ട് ചെയ്യുന്ന ആളുണ്ടല്ലോ, പുള്ളിയുടെ പോയിട്ട് പറഞ്ഞാലും മതി. പക്ഷെ ട്രെയിനിന്റെ കേസിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, റെയിൽ മദത് എന്ന് പറഞ്ഞ ആപ്പിൽ നിങ്ങൾ സ്പോട്ടിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ്, ഞാൻ ഇപ്പോഴും പറയുന്നത് 5 മിനിറ്റിനുള്ളിൽ അത് അവർ സോൾവ് ആക്കിയിരിക്കും. സോറി ഗൈസ്, ഇന്നും നമ്മളെ മഴ ചതിച്ചു, അതുകൊണ്ട് പെട്ടെന്നൊരു കറണ്ട് പോയി. എന്നാലും ഉള്ള ഫ്ലാഷ് ലൈറ്റ് വെട്ടത്തിൽ നിങ്ങളോട് കാര്യം പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. അതായത് നമ്മൾ ഈ ട്രെയിനിലും തിയേറ്ററിലും അനുഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ പലർക്കും പല രീതിയിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇനിയെങ്കിലും ഇത് പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചോ, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് അങ്ങനെയെങ്കിലും നിങ്ങളെ തലയിൽ കയറുന്നുണ്ടെങ്കിൽ അത് കയറിയിട്ട് നിങ്ങൾ ഇതേ രീതിയിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതല്ലാണ്ട് എന്തെങ്കിലും വളരെ വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താഴെ വളരെ മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്തോ. അപ്പൊ ഗൈസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.